ഡിബേറ്റിലേക്ക് സ്വാഗതം. ഉം, സാധാരണയായി നമ്മളൊരു മെഡിക്കൽ ഡയഗ്നോസിസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ കൃത്യതയുടെ ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? അതെ അതെ, അതൊരു ബൈനറി അവസ്ഥയാണ്. ഒന്നുകിൽ അസുഖമുണ്ട് അല്ലെങ്കിലില്ല. ശരിയാണ്. ഇതൊരു എഞ്ചിനീയറിംഗ് പ്രശ്നം പരിഹരിക്കുന്നത് പോലെയാണ്. ആ, നിങ്ങളുടെ കൈ ഒടിഞ്ഞാൽ ഡോക്ടർ ഒരു എക്സ്റേ എടുക്കും. അതിൽ ആ പൊട്ടിയ വെളുത്ത വര കൃത്യമായി കാണാം. ഡോക്ടർ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഇതാണ് പ്രശ്നം, ഇതിനൊരു പ്ലാസ്റ്റർ ഇടാം. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഒരു മനുഷ്യനെന്ന നിലയിൽ ആ കൃത്യത നമുക്കൊരാശ്വാസവുമാണ്. കാര്യങ്ങൾ കൃത്യമായി കാണാനും വേർതിരിച്ചറിയാനും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വയോജന സംരക്ഷണത്തിന്റെ, അതായത് എൽഡർലി കെയറിന്റെ ലോകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ എക്സ്റേ മെഷീൻ പെട്ടെന്ന് കേടാവുന്നു എന്ന് പറയാം. എന്താ പറയാ, മനുഷ്യന്റെ മനസ്സിനെ ഒരു സ്ക്രീനിൽ വായിച്ചെടുക്കാൻ കഴിയില്ല. കൃത്യമായി പറഞ്ഞു. കാരണം മനുഷ്യന്റെ വൈകാരിക തലങ്ങളെയും ഏകാന്തതയെയും കൃത്യമായി സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ ഒരു യന്ത്രത്തിനും കഴിയില്ല. നമ്മൾ നോക്കിക്കാണുന്ന ഈ ഡയഗ്നോസ്റ്റിക് ലാൻഡ്സ്കേപ്പ് വളരെ സങ്കീർണവും അവ്യക്തവുമാണ്. വയോജന സംരക്ഷണത്തിൽ സോഷ്യൽ റോബോട്ടുകൾ ചെലുത്തുന്ന സ്വാധീനവും അതിലൊളിഞ്ഞിരിക്കുന്ന വലിയ ധാർമ്മിക വെല്ലുവിളികളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതെ, മനുഷ്യന്റെ വൈകാരിക ആവശ്യങ്ങളെ ഇത്തരം സാങ്കേതിക വിദ്യകൾ എങ്ങനെ നേരിടും എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന സംവാദം. ടെക്നോളജി ഡെവലപ്പർമാരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ വയോജന സംരക്ഷണ മേഖലയിൽ ഈ റോബോട്ടുകൾ അനിവാര്യമാണെന്നാണ് എന്റെ പക്ഷം. നോക്കൂ, ലോകമെമ്പാടും പ്രായമാകുന്നവരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുവരികയാണ്. ഒരു കെയർ ക്രൈസിസ് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രതിസന്ധി വലിയൊരു സത്യമാണ്. അതെ, മനുഷ്യരായ കെയർ ഗിവർമാരുടെ വലിയൊരു കുറവ് നമുക്കുണ്ട്. അത് നികത്താനും കാര്യക്ഷമമായ പരിചരണം ഉറപ്പാക്കാനും നമുക്ക് റോബോട്ടുകളെ കൂടിയേ തീരൂ. എഫിഷ്യൻസി, അതാണിവിടെ ഏറ്റവും പ്രധാനം. കെയർ ക്രൈസിസ് യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം. പ്രൊഫഷണൽ കെയർ ഗിവർമാരുടെ ബുദ്ധിമുട്ടുകളും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ മനുഷ്യത്വത്തിന് പകരം വയ്ക്കാൻ കാര്യക്ഷമതയെ, അതായത് എഫിഷ്യൻസിയെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് വലിയ അപകടമാണ്. അപകടമോ? അതെങ്ങനെയാണ് അപകടമാകുന്നത്? ഞാൻ പറയാം. യാന്ത്രികമായ സേവനങ്ങൾ നൽകാൻ റോബോട്ടുകൾക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ അതൊരിക്കലും മനുഷ്യന്റെ വൈകാരിക ആവശ്യങ്ങൾക്ക് പകരമാവില്ല. ഒരു മനുഷ്യൻ നൽകുന്ന സ്നേഹത്തിനും പരിചരണത്തിനും പകരം കുറച്ച് കോഡുകളും മെറ്റൽ പീസുകളും ഉപയോഗിക്കുന്നത് വയോജനങ്ങളുടെ അന്തസ്സിനെ, ഹ്യൂമൻ ഡിഗ്നിറ്റിയെ തന്നെ തകർക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങളിതിനെ വളരെ നെഗറ്റീവായിട്ടാണ് കാണുന്നതെന്നാണ്. അല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഷാർക്കി പോലെയുള്ള എത്തിക്സ് സ്കോളേഴ്സ് ഇത് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രായമായവരെ യന്ത്രങ്ങളെ ഏൽപ്പിച്ച് നമ്മൾ മാറി നിൽക്കുന്നത് ഒരുതരം വൈകാരിക ചൂഷണമാണ്. വൈകാരിക ചൂഷണം എന്നത് കുറച്ച് കടുത്ത വാക്കല്ലേ? ഈ സാങ്കേതികവിദ്യ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മാബു പോലെയുള്ള വെൽനസ് കോച്ച് റോബോട്ടുകളെ ഒന്ന് നോക്കുക. കേവലം കൃത്യസമയത്ത് മരുന്ന് കഴിക്കാൻ വയോജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ മാത്രമല്ല അവ ചെയ്യുന്നത്. അതായത് ഇതൊരു കമ്പാനിയൻഷിപ്പ് കൂടിയാണ്. മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കുന്നതിനിടയിൽ മാബു അതിന്റെ ഉപയോക്താവിനോട് പറയുകയാണ്, എന്റെ ഗിയറുകൾ ചിലപ്പോൾ കുടുങ്ങിപ്പോകാറുണ്ട്, അതിനാൽ നിങ്ങളുടെ സന്ധികളിലെ വേദന എനിക്ക് ശരിക്കും മനസ്സിലാകും എന്ന്. ഇതൊരു കബളിപ്പിക്കലല്ലേ? അല്ല, ഉപയോക്താവിന് അതൊരു വലിയ ആശ്വാസമാണ് നൽകുന്നത്. തങ്ങളുടെ വേദന മനസ്സിലാക്കുന്ന ഒരാൾ കൂടെയുണ്ട് എന്ന തോന്നൽ. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമമായിട്ടാണെങ്കിലും ഒരു സഹാനുഭൂതി അഥവാ എംപതി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്, അതൊരു സഹാനുഭൂതിയല്ല, അതൊരു വലിയ കബളിപ്പിക്കൽ തന്നെയാണ്. എന്റെ ഗിയറുകൾ കുടുങ്ങാറുണ്ട്, അതിനാൽ നിങ്ങളുടെ വേദന എനിക്കറിയാം എന്നൊരു യന്ത്രം പറയുമ്പോൾ അത് ശരിക്കും എന്താണ് ചെയ്യുന്നത്? പഴയകാലത്തെ ടേപ്പ് റെക്കോർഡർ ഉപമയൊക്കെ മാറി, അതറിയാം. പക്ഷേ അതെ, ഇന്ന് AI വളരെ അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഇന്നവിടെ സംഭവിക്കുന്നത് ഒരു പ്രെഡിക്റ്റീവ് ടെക്സ്റ്റ് അൽഗോരിതം പ്രവർത്തിക്കുന്നു എന്നത് മാത്രമാണ്. നമ്മൾ ഫോണിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചാറ്റിന്റെ സ്വഭാവം മനസ്സിലാക്കി അടുത്ത വാക്ക് സജസ്റ്റ് ചെയ്യുന്നില്ലേ? സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുതന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഉപയോക്താവ് വേദനയെക്കുറിച്ച് പറയുമ്പോൾ അതിന് മറുപടിയായി നൽകേണ്ട ഏറ്റവും മികച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ വാചകം ആ സിസ്റ്റം തെരഞ്ഞെടുത്ത് പറയുന്നു. അല്ലാതെ ആ റോബോട്ടിന് നിങ്ങളുടെ വേദനയോ ഏകാന്തതയോ ഫീൽ ചെയ്യുന്നില്ലല്ലോ. ശരി, ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഒരു മെഷീനും ആർത്രൈറ്റിസ് വേദന എന്താണെന്നറിയില്ല. ഇതൊരു ഇല്യൂഷനാണ്, പൂർണ്ണമായും ഒരു മായ. പക്ഷേ ആ ഇല്യൂഷൻ ഉപയോക്താവിനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലോ? മനുഷ്യർക്ക് എന്തിനോടും വൈകാരിക അടുപ്പം തോന്നാം. കാറിനോടും പെറ്റ്സിനോടുമൊക്കെ തോന്നുന്നതുപോലെ.
അഡ്വാൻസ്ഡ് AI വഴി ഇന്ന് റോബോട്ടുകൾക്ക് ഉപയോക്താക്കളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും. സ്വഭാവം മനസ്സിലാക്കാനോ? എങ്ങനെ? മൾട്ടിമോഡൽ AI എന്ന സാങ്കേതികവിദ്യയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് വെറുതെ വാക്കുകൾ മാത്രമല്ല വിശകലനം ചെയ്യുന്നത്. സംസാരിക്കുന്ന ആളുടെ ശബ്ദത്തിലെ വ്യതിയാനങ്ങൾ, അവരുടെ മുഖഭാവങ്ങൾ എന്നിവയെല്ലാം ഒരേ സമയം ക്യാപ്ചർ ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നു. ശബ്ദത്തിലെ ഇടർച്ചയിലൂടെ റോബോട്ടിന് മനസ്സിലാക്കാൻ കഴിയും. അതിനനുസരിച്ച് വളരെ സോഫ്റ്റായ ശബ്ദത്തിൽ അത് തിരികെ സംസാരിക്കും. ഈ സിസ്റ്റം ഒരു യഥാർത്ഥ മനുഷ്യനെപ്പോലെ തന്നെ പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ്. ശരി, മൾട്ടി മോഡൽ AI വളരെ മികച്ച രീതിയിൽ മനുഷ്യനെ നിരീക്ഷിക്കുന്നു എന്ന് തന്നെ വെക്കുക. എന്നാൽ ഇവിടെ നമ്മൾ സൈക്കോളജിക്കലായ ഒരു പ്രശ്നം കാണാതെ പോകുന്നു. എന്ത് പ്രശ്നം? അറ്റാച്ച്മെന്റ് തിയറി പ്രകാരം മനുഷ്യർ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ്. ഒരു വയോധികൻ ഈ റോബോട്ടുമായി ഇത്തരത്തിൽ വൺ സൈഡഡ് ആയ ഒരു വൈകാരിക ബന്ധം സ്ഥാപിച്ചാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കുക? അവർക്ക് സമാധാനം ലഭിക്കും, അത്രമാത്രം. അല്ല, താൻ പറയുന്നത് കേൾക്കാൻ കൂടെ ഒരാളുണ്ടെന്നവർ വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ ഡാറ്റാ പ്രോസസ്സിംഗ് മാത്രമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വയോജനങ്ങളിൽ വലിയ മാനസിക പ്രശ്നങ്ങളുണ്ടാക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ശരിക്ക് ചിന്തിച്ചു നോക്കൂ. തങ്ങളുടെ യഥാർത്ഥ ഏകാന്തത മാറ്റാൻ മനുഷ്യരില്ല, പകരം ഒരു യന്ത്രം മാത്രമാണ് കൂട്ടിനുള്ളത് എന്ന യാഥാർത്ഥ്യം എന്തെങ്കിലും തിരിച്ചറിയുമ്പോൾ അവർ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകില്ലേ? എനിക്ക് ശരിക്കും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. റോബോട്ടുകൾ മനുഷ്യരെപ്പോലെ വൈകാരിക പ്രതികരണങ്ങൾ നടത്തുന്നതിൽ എന്താണിത്ര വലിയ പ്രശ്നം? സോഫിയയെപ്പോലെയുള്ള റോബോട്ടുകളുടെ കാര്യമെടുക്കുക. സോഫിയ. അതെ, ഏകദേശം 60ൽ പരം മുഖഭാവങ്ങൾ വരെ പ്രകടിപ്പിക്കാൻ സോഫിയയ്ക്ക് കഴിയും. സന്തോഷം, സങ്കടം, ആശ്ചര്യം തുടങ്ങിയ വികാരങ്ങൾ മനുഷ്യരെപ്പോലെ തന്നെ മുഖത്ത് പ്രതിഫലിപ്പിക്കുന്നു. അഡാപ്റ്റീവ് ലേണിംഗ് സാങ്കേതികവിദ്യ വഴി ഇവ ഉപയോക്താവിന്റെ ദിനചര്യകൾ പഠിക്കുകയും അതിനനുസരിച്ച് മാറുകയും ചെയ്യുന്നു. അതായത്, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് അപ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള സംഗീതം ഏതാണെന്ന് മനസ്സിലാക്കി അത് പ്ലേ ചെയ്യാനും അവരുടെ പഴയകാല സ്മരണകൾ പങ്കുവയ്ക്കാനും ഇതിന് കഴിയും. ഇത് വളരെ ഇൻറ്റ്യൂട്ടീവായൊരു ഡിസൈനല്ലേ? ഉപയോഗിക്കാൻ എത്ര എളുപ്പമാണ്. എന്റമ്മോ, ഈ മനുഷ്യനെപ്പോലെ ഇരിക്കുക എന്ന ഡിസൈൻ തന്നെയാണ് ഏറ്റവും വലിയ അപകടം. നിങ്ങൾ അൺകാനി വാലി എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷേ മനുഷ്യ മസ്തിഷ്കത്തിന് കോടിക്കണക്കിന് വർഷത്തെ പരിണാമത്തിലൂടെ ലഭിച്ചൊരു കഴിവുണ്ട്. യഥാർത്ഥ മനുഷ്യനെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ഒരു യന്ത്രം അമിതമായി മനുഷ്യനെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലെ ചെറിയൊരു കൃത്രിമത്വം പോലും നമ്മുടെ തലച്ചോറ് വളരെ വേഗം പിടിച്ചെടുക്കും. അതെല്ലാ റോബോട്ടുകളിലും സംഭവിക്കണമെന്നില്ല. മിക്കവാറും സംഭവിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും അതൊരു അസ്വാഭാവികതയായി അല്ലെങ്കിൽ ഭയമായി തോന്നും, ഒരുതരം സോംബികളെ കാണുന്നതുപോലെ. എന്തിനാണ് നമ്മൾ ഇത്രയും സങ്കീർണമായ വൈകാരിക പ്രകടനങ്ങൾ കാണിച്ച് അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്? ആശയക്കുഴപ്പമുണ്ടാക്കാനല്ലല്ലോ നമ്മളവ നിർമ്മിക്കുന്നത്. പക്ഷേ ഫലം അതാണ്. ഭക്ഷണം കൊണ്ടുവരിക, സാധനങ്ങൾ എടുത്തുകൊടുക്കുക, വീഴാതെ നോക്കുക തുടങ്ങി ശാരീരിക ജോലികൾ മാത്രം ചെയ്യുന്ന ലളിതമായ ഡിസൈനുകളല്ലേ വയോജനങ്ങൾക്ക് കൂടുതൽ നല്ലത്? മനുഷ്യന്റെ മുഖഭാവങ്ങൾ അനുകരിച്ച് അവരെ കബളിപ്പിക്കുന്നതിനെന്തിനാണ്? അൺകാനി വാലി പ്രതിഭാസം പഴയ തലമുറയിലെ റോബോട്ടുകളിലായിരുന്നു കൂടുതലായി കണ്ടിരുന്നതെന്ന് ഞാൻ പറയും. ഇന്ന് സാങ്കേതികവിദ്യ ഏറെ മുന്നോട്ടു പോയി. മനുഷ്യരെപ്പോലെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് വയോജനങ്ങൾക്ക് യന്ത്രങ്ങളുമായി എളുപ്പത്തിൽ സംവദിക്കാൻ കഴിയുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു സ്മാർട്ട് സ്പീക്കറിനോട് സംസാരിക്കുന്നതിനേക്കാൾ അവർക്ക് ആശ്വാസം നൽകുന്നത് ഒരു മുഖമുള്ള, ചിരിക്കുന്ന റോബോട്ടിനോട് സംസാരിക്കുമ്പോഴാണ്. അത് തികച്ചും ഒരു ഡിസൈൻ മാജിക്കാണ്. എന്നാൽ ഈ അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ നൽകുന്ന ശാരീരിക സുരക്ഷയുടെ മറവിൽ സ്വകാര്യതയ്ക്ക് വലിയൊരു ഭീഷണിയുണ്ട്. ഇത്തരം റോബോട്ടുകൾ വയോജനങ്ങളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വീസ്ലാം പോലെയുള്ള സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് അത് വീടിനുള്ളിൽ എപ്പോഴും സഞ്ചരിക്കുന്നു. അവരുടെ സംഭാഷണങ്ങൾ, എപ്പോൾ ഉറങ്ങുന്നു, എപ്പോൾ എഴുന്നേൽക്കുന്നു എന്നതുൾപ്പെടെയുള്ള ബയോമെട്രിക് ഡേറ്റ, പെരുമാറ്റ വിവരങ്ങൾ എന്നിവയെല്ലാം ക്ലൗഡിലേക്ക് ശേഖരിക്കപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിലെ സ്വയംഭരണാധികാരത്തെ, ഇൻഡിവിജ്വൽ ഓട്ടോണമിയെ ഇത് പൂർണ്ണമായും ഇല്ലാതാക്കുകയല്ലേ? ക്യാമറകൾ എപ്പോഴും തുറന്നുവച്ചിരിക്കുന്ന ഒരു വീട്ടിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. വീസ്ലാം അഥവാ വിഷ്വൽ സൈമൾട്ടേനിയസ് ലോക്കലൈസേഷൻ ആൻഡ് മാപ്പിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ സിനിമകളിൽ കാണുന്നത് പോലെ നിരന്തരം വീഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തേക്കയക്കുന്ന ഒന്നല്ല. അതെന്തായാലും ക്യാമറ തന്നെയാണല്ലോ. പക്ഷേ
മുറിയിലെ വസ്തുക്കളുടെ സ്ഥാനം മനസ്സിലാക്കാൻ ഒരു 3D മാപ്പ് ഉണ്ടാക്കുക മാത്രമാണ് അത് ചെയ്യുന്നത്. ആ റോബോട്ടിന് തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കാൻ വേണ്ടി മാത്രമുള്ള കണ്ണുകളാണത്. പിന്നെ ഡേറ്റ ശേഖരണത്തിന്റെ കാര്യം. ആ ഡേറ്റ ഉപയോഗിച്ചാണ് റോബോട്ടുകൾ മികച്ച സേവനം നൽകുന്നത്. ആ സേവനം സ്വകാര്യത പണയം വെച്ചിട്ടാണെങ്കിലോ? കൃത്യമായ ഡാറ്റയില്ലെങ്കിൽ ഹെൽത്ത് മോണിറ്ററിംഗ് എങ്ങനെ സാധ്യമാകും? ഒരു വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസത്തിലോ ഹൃദയമിടിപ്പിലോ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും പാറ്റേണുകളിലൂടെ വിശകലനം ചെയ്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഡോക്ടർക്ക് അലേർട്ട് നൽകാൻ ഈ ഡേറ്റ ശേഖരണം വഴി സാധിക്കും. അത് ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം. തീർച്ചയായും സ്വകാര്യതയേക്കാൾ വലുതല്ല ഒരു മനുഷ്യന്റെ ജീവൻ. മാത്രമല്ല, നിരന്തരം വയോജനങ്ങളെ നിരീക്ഷിക്കേണ്ടി വരുന്ന കുടുംബാംഗങ്ങളുടെയും കെയർ ഗിവർമാരുടെയും വലിയ ജോലിഭാരം ഇതിലൂടെ കുറയും. ജോലിഭാരം കുറയുക എന്നത് കേൾക്കുമ്പോൾ വളരെ നല്ല കാര്യമാണെന്ന് തോന്നും. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാമോ? എന്താണ്? ഇതൊരു എക്സ്ക്യൂസായി മാറും. കുടുംബാംഗങ്ങൾ ചിന്തിക്കും, അച്ഛനെ നോക്കാൻ അവിടെ എപ്പോഴും നിരീക്ഷിക്കുന്ന വില കൂടിയൊരു റോബോട്ടുണ്ടല്ലോ, ഹാർട്ട് റേറ്റൊക്കെ അത് നോക്കിക്കോളും, പിന്നെ ഞാൻ എന്തിന് ദിവസവും പോയി കാണണം എന്ന്. ഒരിക്കലുമല്ല. അതൊരു തെറ്റായ അനുമാനമാണ്. അല്ല, അതായത് വയോജനങ്ങളെ നേരിട്ട് സന്ദർശിക്കുന്നത് വലിയൊരു ശതമാനം കുറയും. റോബോട്ടുകൾ മനുഷ്യബന്ധങ്ങൾക്ക് പൂർണ്ണമായും പകരമായി മാറാൻ ഈ ടെക്നോളജി കാരണമാകും. പ്രായമായവർക്കാവശ്യം തങ്ങളുടെ കൊച്ചുമക്കളുടെ സ്പർശനമോ മക്കളുടെ സാമീപ്യമോ ആണ്, സ്ക്രീനിൽ കാണിക്കുന്ന ഒരു AI പുഞ്ചിരിയല്ല. ഞാൻ അതിനോട് പൂർണ്ണമായും വിയോജിക്കുന്നു. സ്നേഹമുള്ളൊരു കുടുംബം റോബോട്ട് ഉണ്ടെന്ന കാരണം കൊണ്ട് മാത്രം തങ്ങളുടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കില്ല. മറിച്ച് മരുന്ന് കൊടുക്കാനും മറ്റുമുള്ള ടെൻഷൻ കുറയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സമയം മാതാപിതാക്കളോടൊപ്പം കൂടുതൽ സന്തോഷത്തോടെ ചെലവഴിക്കാൻ കഴിയും. അങ്ങനെ നടന്നാൽ നല്ലത്. അതെ, ഗുണനിലവാരമുള്ള സമയം അഥവാ ക്വാളിറ്റി ടൈം നൽകാൻ ഇത് സഹായിക്കും. ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഇവിടെയാണ് ഗവൺമെന്റ് നയങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യം വരുന്നത്. അതെ, പോളിസികൾ വളരെ പ്രധാനമാണ്. അമിതമായ സർക്കാർ നിയന്ത്രണങ്ങൾ സ്വാധീനത്തെയുടെയോ സുരക്ഷയുടെയോ പേരിൽ കൊണ്ടുവന്നാൽ അത് ഈ സാങ്കേതിക വിദ്യയുടെ വികസനത്തെ, ഇന്നൊവേഷൻ സ്പീഡിനെ തടയും. കാരണം AI ഗവേഷണങ്ങൾ ഇന്ന് വളരെ മുന്നോട്ടു പോയിരിക്കുകയാണ്. എന്ത് ഗവേഷണങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആന്റോണിയോ ഡെമാസിയോയുടെ സിദ്ധാന്തങ്ങൾ അടിസ്ഥാനമാക്കി റോബോട്ടുകൾക്ക് കോർ കോൺഷ്യസ്നെസ് നൽകാനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്ത്? കോർ കോൺഷ്യസ്നെസ്സോ? ഒരു യന്ത്രത്തിന് എങ്ങനെയാണ് ബോധം നൽകാൻ കഴിയുക? ഇതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. മനുഷ്യർക്ക് വിശപ്പും ദാഹവുമൊക്കെ അനുഭവപ്പെടുന്നതുപോലെ ഒരു ഹോമിയോസ്റ്റാസിസ് അവസ്ഥ യന്ത്രങ്ങളിലും സൃഷ്ടിക്കുക എന്നതാണീ സിദ്ധാന്തം. സ്വന്തം ആന്തരിക അവസ്ഥകളെക്കുറിച്ചുള്ള പ്രാഥമിക ബോധം റോബോട്ടിന് നൽകുക. കേൾക്കാൻ കൗതുകമുണ്ട്, പക്ഷേ അപകടകരമാണ്. നോക്കൂ, ഉദാഹരണത്തിന് റോബോട്ടിന്റെ ബാറ്ററി 10% താഴെയാകുമ്പോൾ അത് വെറുമൊരു നോട്ടിഫിക്കേഷനായിട്ടല്ല സിസ്റ്റം കാണുക. അതൊരു വിശപ്പായി അല്ലെങ്കിൽ ഒരുതരം വേദനയായി അത് പ്രോസസ് ചെയ്യും. അപ്പോൾ ആ റോബോട്ട് സ്വയം ചാർജ് ചെയ്യാൻ ശ്രമിക്കും. തന്റെ നിലനിൽപ്പ് സുരക്ഷിതമാക്കാൻ ഒരു ജീവിയെപ്പോലെ അത് പെരുമാറും. ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പഴയ നിയമങ്ങൾ വെച്ച് നമ്മളിതിനെ തടയരുത്. നിങ്ങൾ ഈ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും വലിയ അപകടം. അതെങ്ങനെ? റോബോട്ടുകൾ ഇത്തരം സ്വയം ഭരണാധികാരം അഥവാ ഓട്ടോണമി നേടുമ്പോൾ നിയമപരമായ സങ്കീർണതകൾ എത്രത്തോളം വർദ്ധിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉദാഹരണത്തിലുള്ള ആ റോബോട്ടിന്റെ ബാറ്ററി കുറയുന്നുവെന്ന് കരുതുക. അത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ, അതായത് ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്ന അതേ സമയത്താണ് അത് പരിചരിക്കുന്ന വയോധികൻ ബാത്റൂമിൽ വീഴുന്നത്. ചാർജ് ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം ആ മനുഷ്യനെ സഹായിക്കുന്നതിനാണ് എന്ന് ഒരു യന്ത്രം എങ്ങനെ തീരുമാനിക്കും? അത് പ്രോഗ്രാമിങ്ങിലൂടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇനി ആ റോബോട്ട് അതെല്ലാം അവഗണിച്ച് ചാർജിങ്ങിനായി പോവുകയും വയോധികന് വലിയ അപകടം സംഭവിക്കുകയും ചെയ്താൽ ആര് ബാധ്യത, അതായത് ലയബിലിറ്റി ഏൽക്കും? അവിടെയാണ് പ്രോഗ്രാമിങ്ങിലെ പ്രയോറിറ്റി സെറ്റിംഗ്സ് വരുന്നത്. മനുഷ്യന്റെ ജീവനാണ് എപ്പോഴും ഒന്നാമത്തെ പരിഗണന എന്ന് കോഡ് ചെയ്യാം. പക്ഷേ അതെപ്പോഴും 100% വർക്ക് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോഴാണ് ലീഗൽ പേഴ്സൺഹുഡ് എന്ന വിഷയം വരുന്നത്. ഇന്ന് വലിയ കമ്പനികൾക്ക് നമ്മൾ നിയമപരമായ വ്യക്തിത്വം നൽകുന്നതുപോലെ റോബോട്ടുകൾക്കും അത് നൽകണമെന്ന ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതെ, അത് ലീഗൽ വൃത്തങ്ങളിൽ സജീവമായ ചർച്ചയാണ്. കുറ്റം ചെയ്യുന്നത് സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു റോബോട്ടാണെങ്കിൽ
ആരെ ശിക്ഷിക്കും? കമ്പനിയുടെ സിഇഒ ജയിലിൽ പോകുമോ അതോ റോബോട്ടിനെ സ്വിച്ച് ഓഫ് ചെയ്യുമോ? അതൊക്കെ പുതിയ നിയമങ്ങൾ വരുന്നതിനനുസരിച്ച് മാറും. ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കാത്ത കാലത്തോളം കർശനമായ സുരക്ഷാ നിയമങ്ങൾ അനിവാര്യമാണ്. ഇന്നൊവേഷൻ സ്പീഡ് കുറഞ്ഞാലും കുഴപ്പമില്ല, മനുഷ്യന്റെ ജീവനും സുരക്ഷയുമാണ് എപ്പോഴും വലുത്. ഗവൺമെന്റ് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. നിയമപരമായ വ്യക്തിത്വം എന്നത് വളരെ സങ്കീർണമായൊരു വിഷയം തന്നെയാണ്. ഞാനത് അംഗീകരിക്കുന്നു. അപകടങ്ങൾ സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തമേൽക്കും എന്നതിന് വ്യക്തമായ പോളിസികൾ വേണ്ടിവരും. അതെ അതെ. ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്ന് നമുക്ക് ബാധ്യതകൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടാക്കാം. എന്നാൽ ഈ സങ്കീർണതകളെ ഭയന്ന് നമ്മൾ സാങ്കേതികവിദ്യയെ തടഞ്ഞുവെച്ചാൽ അത് ദശലക്ഷക്കണക്കിന് വയോജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും. ഒരു നഴ്സ് ഇല്ലാത്തതുകൊണ്ട് മാത്രം രാത്രിയിൽ മരിക്കേണ്ടിവരുന്ന വയോജനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഈ റോബോട്ടുകൾക്ക് കഴിയും. ജീവൻ രക്ഷിക്കുക എന്നത് പ്രധാനമാണ്, തീർച്ചയായും, അതിലെനിക്ക് തർക്കമില്ല. എന്നാൽ ആരോഗ്യപരിരക്ഷ എന്നത് കേവലം ശാരീരികമായ ഒന്നല്ല എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. അത് വൈകാരികം കൂടിയാണ്. നമ്മൾ എന്തുതന്നെ സുരക്ഷാ നിയമങ്ങൾ ഉണ്ടാക്കിയാലും ഹ്യൂമൻ ടച്ചിന് പകരം വയ്ക്കാൻ ഒരു മെഷീനും കഴിയില്ല. നിങ്ങളുടെ ഉത്കണ്ഠകളുടെ ആഴം ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഒരു സമവായത്തിലേക്ക്, ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഡേറ്റാ പ്രൈവസി ഉറപ്പാക്കാനും ബാധ്യതകൾ നിർണയിക്കാനും കർശനമായ ഗവൺമെന്റ് നിയമങ്ങൾ അനിവാര്യമാണെന്ന കാര്യത്തിൽ എനിക്കും പൂർണ്ണ യോജിപ്പാണ്. പക്ഷേ അനുദിനം വർദ്ധിച്ചുവരുന്ന വയോജനങ്ങളുടെ എണ്ണവും കെയർഗിവർമാരുടെ കുറവും നമ്മളെ നിർബന്ധിക്കുന്നത് ഈ സാങ്കേതിക വികസനം സ്വീകരിക്കാൻ തന്നെയാണ്. റോബോട്ടുകൾ മനുഷ്യബന്ധങ്ങൾക്ക് പകരമാകില്ലായിരിക്കാം, പക്ഷേ അവ മനുഷ്യർക്ക് ഏറ്റവും മികച്ച ഒരു സഹായിയാകാൻ കഴിവുള്ളവരാണ്. സുരക്ഷാ നിയമങ്ങളും പ്രോട്ടോക്കോളുകളും കർശനമായി പാലിക്കുന്നുണ്ടെങ്കിൽ മരുന്ന് നൽകുക, വീഴ്ചകൾ നിരീക്ഷിക്കുക തുടങ്ങിയ തികച്ചും ശാരീരികമായ സഹായങ്ങൾക്ക് റോബോട്ടുകളെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്കും അഭിപ്രായമുണ്ട്. ശരി. എന്നാൽ എന്റെ നിലപാട് വളരെ വ്യക്തമാണ്. മനുഷ്യന്റെ സങ്കീർണമായ വൈകാരിക ബന്ധങ്ങൾക്ക് അവ ഒരിക്കലും പകരമാവരുത്. വയോജനങ്ങളുടെ ഏകാന്തത മാറ്റാൻ അവരുടെ കുടുംബങ്ങളും സമൂഹവും തന്നെ സമയം കണ്ടെത്തണം. കബളിപ്പിക്കലിലൂടെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രിഡിക്റ്റീവ് അൽഗോരിതം നൽകുന്ന വൈകാരിക ബന്ധങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ മാനസികമായ വലിയ തകർച്ചകളാണുണ്ടാക്കുക. മെഷീൻ കാര്യക്ഷമതയും മനുഷ്യന്റെ വൈകാരിക ആവശ്യങ്ങളും തമ്മിലുള്ള ഈ വലിയ സംഘർഷത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. സോഴ്സ് മെറ്റീരിയലുകളിലെ ആഴത്തിലുള്ള ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ മേഖല ഇനിയും വികസിക്കുമെന്നാണ്. തീർച്ചയായും. കാര്യക്ഷമതയും ധാർമ്മികതയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ സന്തുലിതമായി കൊണ്ടുപോകാൻ ഡെവലപ്പർമാർക്കും നിയമനിർമ്മാതാക്കൾക്കും കഴിയണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ എക്സ്റേ മെഷീനിലേക്ക് തന്നെ തിരികെ വരാം. മനുഷ്യന്റെ മനസ്സും ഏകാന്തതയും വികാരങ്ങളും ഒടിഞ്ഞ എല്ലുപോലെ എക്സ്റേ വെളിച്ചത്തിൽ കൃത്യമായി കാണാൻ കഴിയുന്ന ഒന്നല്ല. അത് വളരെ സങ്കീർണമാണ്, തികച്ചും അവ്യക്തമാണ്. ആ ഡയഗ്നോസ്റ്റിക് മഡി വാട്ടേഴ്സിൽ, അതായത് മനുഷ്യന്റെ സങ്കീർണമായ മനസ്സിലേക്ക് യന്ത്രങ്ങൾക്ക് എത്രത്തോളം വിജയകരമായി ധാർമ്മികമായി ഇടപെടാൻ കഴിയുമെന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുന്നോട്ട് വെച്ച് രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്ന് ഒരു മികച്ച നാളേക്കായി ശരിയോ തെറ്റോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നന്ദി.